ഡിയേഴ്സ്, അപ്പൊ 2 മാർക്കിന്റെ വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. നിങ്ങൾക്ക് അറിയാത്ത ഉത്തരമുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്റെ മക്കൾ മറന്നു പോകരുത്. ആദ്യത്തെ ചോദ്യം നോക്കിയേ. കിരാതവൃത്തം എന്ന കവിതയിൽ കണ്ടെത്താവുന്ന 2 ആശയ സൂചനകൾ എഴുതുക. കിരാതവൃത്തം ഏതാണ്? നമ്മുടെ കാട്ടാളന്റേതാണ്. അത് നോക്കിയേ. ചൂഷണത്തിൽ അധിഷ്ഠിതമായ നാഗരികത. ചൂഷണത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള നാഗരികത. നാഗരികത ചൂഷണത്തിലാണോ? അടുത്ത നോക്കിയേ. നാഗരിക ജീവിതത്തിന്റെ ആസ്വാദ്യത. ആവാസ വ്യവസ്ഥയ്ക്ക് മേലുള്ള അധിനിവേശം, അതായത് ആരുടെയോ ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് മേലുള്ള അധിനിവേശമാണ്. വ്യവസായവൽക്കരണത്തിന്റെ ഗുണങ്ങൾ. ഇതേതൊക്കെയാണ്? ചൂഷണത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള നാഗരികതയും അതുപോലെ തന്നെ എന്താണ്? ആവാസ വ്യവസ്ഥയ്ക്ക് മേലുള്ള അധിനിവേശം. കാട്ടാളന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് മേലുള്ള അധിനിവേശമാണ് അല്ലെ. അപ്പോ ഇന്ന് എന്താണ് നമ്മുടെ നാഗരികത എന്ന് പറയുന്നത്? ചൂഷണമാണ്. ചൂഷണം മാത്രമേ അവർക്ക് എന്താണ് അല്ലെ കാര്യമായിട്ടുള്ളൂ. ഈ 2 പോയിന്റ് എന്റെ മക്കളൊന്ന് നോക്കി വെച്ചോളണം. ഇനി അടുത്ത ചോദ്യം നോക്കിയേടാ. കലാമണ്ഡലം ഹൈദരാലിയുടെ കലാജീവിതവുമായി ബന്ധപ്പെട്ട് യോജിച്ച 2 പ്രസ്താവന എഴുതാനാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ് യോജിച്ച 2 പ്രസ്താവന? ഒന്ന് നോക്കിയേ. കലാമണ്ഡലം ഹൈദരാലിയുടെ ഒന്ന് ജന്മസിദ്ധിയും സാധനയും ആ കലാകാരനെ രൂപപ്പെടുത്തി. അദ്ദേഹത്തിന് ജന്മസിദ്ധമായിട്ട് കിട്ടിയ കലാവാസനയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? സാധന. സാധന എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പരിശീലനത്തിലൂടെ നേടിയെടുത്തത് കൂടെയാണ്. ജന്മസിദ്ധം അച്ഛനിൽ നിന്നും പകർന്നു കിട്ടിയതും അതോടൊപ്പം തന്നെ എന്താണ്? അദ്ദേഹം പരിശീലനത്തോടൊപ്പം വളർത്തിയെടുത്തതുമാണ്. ശരിയായിട്ടുള്ള ഉത്തരമാണ്. അടുത്ത നോക്കിയേ. സമുദായത്തിന്റെ ചട്ടക്കൂടിനകത്ത് നിന്ന് കലാപഠനം നടത്തി. അദ്ദേഹം സമുദായത്തിന്റെ അകത്ത് നിന്നിട്ടാണോ പഠനം നടത്തിയത്? അല്ല. പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാൻ കല സഹായിച്ചു. സത്യല്ലേ? അദ്ദേഹത്തിന് ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. അദ്ദേഹത്തിന് ഭംഗിയില്ല, അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ടായിരുന്നു. അച്ഛൻ മരിച്ചുപോയി ഒക്കെ ഒരുപാട് പേരെന്താണ് കളിയാക്കൽ എന്നൊക്കെ അദ്ദേഹത്തെ കരകയറ്റിയത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്താണ് സമൂഹത്തിൽ ഒരു സ്ഥാനം കൊടുത്തത് കലയല്ലേ. അപ്പൊ അത് ശരിയാണ്. പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാൻ കല സഹായിച്ചു. ഇനിയോ. ഇതര മതസ്ഥർ സഹായം നിഷേധിച്ചു. അദ്ദേഹത്തിന് തന്റെ സമുദായക്കാരല്ലാതെ ഒരുപാട് പേര് സഹായം ചെയ്യാൻ വന്നപ്പോ അത് നിഷേധിച്ചോ? ഇല്ല. അപ്പൊ അതും തെറ്റാണ്. അദ്ദേഹത്തെ ഒരുപാട് അല്ലെ നമ്മുടെ കലാമണ്ഡലത്തിലുള്ള ഒരുപാട് ഗുരുക്കന്മാരെന്താണ് അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യം. അടുത്തത് 2 മാർക്കിന് എഴുതാൻ പറ്റുന്ന രീതിക്കുള്ള ചോദ്യങ്ങളാണ്. അതൊന്ന് എന്തായാലും നോക്കി വെക്കുക. പോയിന്റ് എന്താന്നുള്ളത് അറിയാതെ വെക്കരുത്. ഓക്കെ. മാപ്പിളപ്പാട്ട് രചയിതാക്കൾക്കിടയിൽ പുലിക്കോട്ടിൽ ഹൈദറിനെ വ്യത്യസ്തനാക്കുന്ന 2 പ്രത്യേകത. മാപ്പിളപ്പാട്ടിൽ അദ്ദേഹം എന്തൊക്കെ ഉണ്ടായിരുന്നടാ? അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള ചരിത്രത്തെ പറഞ്ഞു. സ്ത്രീ വിഷയം അദ്ദേഹം എന്താണ് തന്റെ കവിതയിൽ കൊണ്ടുവന്നു. ഒരുപാടുണ്ട് അല്ലെ. അറബി മലയാള സാഹിത്യത്തിൽ ഏറനാടൻ ഭാഷ ഉപയോഗിച്ചു. പ്രധാനപ്പെട്ടത് അതാണ്. ഏറനാടൻ ഭാഷ ഉപയോഗിച്ചു. അതുപോലെ തന്നെ തനി കേരളീയ വിഷയമാണ് അദ്ദേഹം അല്ലെ രചനകൾക്ക് വിഷയമാക്കിയത്. കേരളത്തിലെ വിഷയങ്ങളാണ് അദ്ദേഹത്തിന്റെ കൃതികളിൽ അദ്ദേഹം വിഷയമാക്കിയത്. 2ാമത്തെ പോയിന്റ്. പിന്നെയോ അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, സ്ത്രീകൾ നേരിടുന്ന ദുരിതങ്ങൾ ഇവയ്ക്കെതിരെ ബോധപൂർവം എന്താണ് അദ്ദേഹം കൃതികൾ എഴുതി. ആ രീതിക്ക് നിങ്ങൾ പറഞ്ഞോളാം. ഇങ്ങനെ ഭാഷ, വിഷയം, സമീപനം എന്നീ കാര്യങ്ങളിൽ മറ്റുള്ള മാപ്പിളപ്പാട്ട് എഴുത്തുകാരിൽ നിന്നും പുലിക്കോട്ടിൽ നമ്മുടെ ഹൈദർ എന്താണ് വ്യത്യസ്തനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മക്കളെ എഴുതിക്കൊള്ളണം. ഇനി അടുത്തത്. ഭർത്താവിനെ കുറിച്ചുള്ള ശീലാപതിയുടെ പരാതികൾ എന്തൊക്കെയാണ്? എന്ത് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും കുറ്റം. ഓർമ്മയുണ്ടല്ലോ എന്തൊക്കെയാണടാ? എന്തെങ്കിലും ഔഷധങ്ങൾ കൊടുത്തിട്ടും ഭർത്താവിന്റെ രോഗത്തിന് ഒരു ശമനവും ഉണ്ടാവുന്നില്ല. ഭർത്താവിന്റെ അനുസരണം ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടും അദ്ദേഹത്തിന് അതിൽ സ്വാദ് തോന്നുന്നില്ല. താൻ എന്ത് ചെയ്താലും പറഞ്ഞാലും അതിലെല്ലാം ഭർത്താവ് കുറ്റം കണ്ടുപിടിക്കുന്നു. ഇതെല്ലാമാണ് അല്ലെ. കൊടുത്താലും കുറ്റം, കൊടുത്തില്ലെങ്കിലും കുറ്റം. ആ ഒരു വരികൾ നിങ്ങൾ എന്ത് ചെയ്യണം? എടുത്തെഴുതിയാൽ മതി. അപ്പോൾ ഇത് നിങ്ങൾ ആലോചിക്കണം. 2 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. അപ്പൊ 2 മാർക്കിന് വാരി വലിച്ചെഴുതണോ? വേണ്ട. 2 മാർക്കിന് എത്ര എഴുതിയാൽ മതി മക്കളെ? 2 മാർക്കിന് 2ഓ 3ഓ വരിയിൽ ഉത്തരം എഴുതിയാൽ മതി. കേട്ടല്ലോ? കുറെ എഴുതണ്ട. നിങ്ങൾക്ക് ആ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരം കൊടുത്താൽ മതി. അടുത്ത ചോദ്യം നോക്കിയേ. യമുനോത്രിയുടെ ഊഷ്മളതയിൽ ബദ്രിയും പരിസരങ്ങളും എന്നീ യാത്രാ വിവരണ ഭാഗങ്ങൾ പരിചയപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ സഞ്ചാര സാഹിത്യ കൃതികൾക്ക് വേണ്ട 2 സവിശേഷത.
വെറുതെ ഒരു വിവരണം പറഞ്ഞാൽ അത് സഞ്ചാര സാഹിത്യ കൃതിയാവോ? ഇല്ല. അപ്പൊ നമുക്ക് അവിടെ കണ്ട കാര്യങ്ങൾ വായനക്കാരന് അതേ അളവിൽ അനുഭവിക്കുന്നതായിരിക്കണം സഞ്ചാര സാഹിത്യ കൃതികൾ, അല്ലെ? അവരുടെ ജീവിതം, അവരുടെ സംസ്കാരം, അല്ലെ, എല്ലാം എന്താണ് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ പറ്റണം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ? കാഴ്ചകളുടെ വസ്തുനിഷ്ഠവും, അതായത് കൃത്യമായിട്ട് കണ്ട കാഴ്ച അതേപോലെ വസ്തുനിഷ്ഠവും കൗതുകപരമായിട്ട്, അത് വെറുതെ പറഞ്ഞത് കൊണ്ട് കാര്യമില്ല, നമ്മൾ വായനക്കാരിൽ ഒരു കൗതുകം ഉണർത്തുന്ന രീതിയിൽ എന്താണ് അവതരിപ്പിക്കാൻ പറ്റണം. അങ്ങനെ വിജ്ഞാനപ്രദമായിട്ടുള്ള വായന അനുഭവമാക്കും, അതായത് അറിവ് പകരുന്നതായിരിക്കണം എന്താണ് സഞ്ചാര സാഹിത്യ കൃതികൾ. കാഴ്ചകൾ എഴുത്തുകാരന്റെ മനസ്സിൽ ഉണ്ടാക്കിയ വൈകാരിക അനുഭൂതികൾ പങ്കുവെക്കുന്നത് സഞ്ചാര സാഹിത്യത്തെ സർഗാത്മക രചനയാകും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മതി, എന്താണ് സഞ്ചാര സാഹിത്യ കൃതികൾക്ക് വേണ്ട 2 സവിശേഷത എന്ന് പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞണം എന്താണ്, കൃത്യമായിട്ട് കണ്ട കാര്യങ്ങളെ വസ്തുനിഷ്ഠമായിട്ടും അതുപോലെ തന്നെ എന്താണ് വൈകാരികപരമായിട്ടും കൗതുകപരമായിട്ടും എഴുതാൻ പറ്റണം, അല്ലെ? എഴുതാൻ പറ്റണം. അതോടൊപ്പം വായനക്കാരന് കണ്ട അതേ അനുഭൂതി, അല്ലെ? എന്താണ് എഴുതുന്ന ആള് കണ്ട അതേ അനുഭൂതി വായനക്കാരന് ഉണ്ടാക്കാൻ പറ്റണം. അതാണ് മികച്ച സഞ്ചാര സാഹിത്യ കൃതികൾ. ഇങ്ങനെ 2 സവിശേഷത മക്കളെ എഴുതിയാൽ മതി. അടുത്ത ചോദ്യം നോക്കിയേ. കാക്കരശ്ശി നാടകത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് എഴുതുക. ഇതും നമ്മൾ പഠിച്ച കാര്യമാണ്. എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകത? ഇത് തെക്കൻ കേരളത്തിലാണ്, അല്ലെ? തെക്കൻ കേരളത്തിലാണ് ഇത് പ്രചാരമുള്ളത്. ഏതാണ്ട് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള നാടോടി നാടകമാണ് ഏത് കാക്കരശ്ശി നാടകം എന്ന് പറയുന്നത്. ഇതിന് കാക്കരകളി, കാക്കാലത്തി നാടകം, കാക്കാലച്ചി നാടകം എന്നീ 3 പേരുകളുണ്ട്. അതുപോലെ തന്നെ ഈ കലാരൂപം അവതരിപ്പിക്കുന്നത് ആരാണ്? കാക്കർ, കുറവർ എന്നീ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഈ ഒരു കലാരൂപം, അല്ലെ, അനുഷ്ഠാനം എന്താണ് അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ പാട്ട്, നൃത്തം, ഫലിതം, അല്ലെ, തമാശ, ഇത് 3നും എന്താണ് ഇതിൽ പ്രാധാന്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് എഴുതിക്കൊള്ളണം. ശിവനും പത്നിമാരും എന്താണ്, അല്ലെ, കാക്കാനും കാക്കാത്തിയുമായി ഭൂമിയിൽ അവതരിച്ചു എന്നതിൻ്റെ ആ ഒരു ഐതിഹ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഒരു നാടകം അവതരിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശദീകരിച്ച് എഴുതുക. നമ്മൾ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്, അല്ലെ? അവരുടെ വേഷം നമുക്കറിയാം. ഈ രീതിയിലായിരിക്കണം നിങ്ങൾ വിശദീകരിക്കേണ്ടത്. ഇനി അടുത്ത ചോദ്യം നോക്കിയേ മക്കളെ. കലാമണ്ഡലത്തിലെ പഠനകാലത്ത്, അല്ലെ, കലാമണ്ഡലത്തിലെ പഠനകാലത്ത് അനുഭവിച്ചറിഞ്ഞ ഭാരതപ്പുഴയെ കുറിച്ച് ഹൈദരലിയുടെ ഓർമ്മകൾ എന്തൊക്കെയാണ്? അന്നത്തെ കാലത്തുണ്ടായിരുന്ന ഭാരതപ്പുഴയെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ്? ഓർമ്മകളിൽ മെയിനായിട്ട് വരുന്നത് അല്ലെ എന്താണ് കലാമണ്ഡലത്തെ കുറിച്ചുള്ള ഹൈദരുടെ ഓർമ്മകളിൽ നിന്ന് വേർപെടുത്താനാവാത്ത വണ്ണം കലർന്നു കിടക്കുന്നതാണ് നിള. നിള എന്ന് ഉദ്ദേശിക്കുന്നത് ഭാരതപ്പുഴയെ തന്നെയാണ് കേട്ടോ. അതായത് അന്ന് ഭാരതപ്പുഴ കലാമണ്ഡലത്തിന്റെ ഭാഗം പോലെയായിരുന്നു. കലാമണ്ഡലത്തിന്റെ ഒരു ഭാഗം പോലെയായിരുന്നു എന്താണ് ഭാരതപ്പുഴ ഒഴുകിയത്, അല്ലെ? അതിന്റെ അടുത്ത് തന്നെയായിരുന്നു. അപ്പോൾ കലാമണ്ഡലത്തിന്റെ ഒരു ഭാഗമായിട്ടായിരുന്നു ഭാരതപ്പുഴയെ അദ്ദേഹത്തിന് തോന്നിയിരുന്നത്. വേനലിലും വറ്റാത്ത നിളയാണ്, അല്ലെ? വേനൽക്കാലത്ത് പോലും എന്താണ് നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്ന ഒരു പുഴ തന്നെയാണ് ഭാരതപ്പുഴ. പിന്നെ അതുപോലെ തന്നെ എന്താണ് വർഷകാലത്ത് കുത്തി ഒഴുകുന്നത് കണ്ടാൽ പേടിയാവും, എന്നാൽ മഴക്കാലത്ത് അതിൽ വെള്ളം കുത്തി ഒഴുകി പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ പേടിയാകും എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ ഹൈദരലി പറയുന്നത്. പിന്നെയോ നിളയിൽ പ്രഭാതത്തിൽ കുളിക്കുന്നത് അന്ന് ദിനചര്യയുടെ ഭാഗമായിരുന്നു. അതായത് ഹൈദരലി പറയുന്നുണ്ടല്ലേ, അന്ന് രാവിലെ എന്നും പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് അതിലായിരുന്നു കുളിച്ചുകൊണ്ടിരുന്നത്. അതെൻ്റെ ഒരു ദിനചര്യയായിരുന്നു, ദിവസവും ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു. ഇതൊക്കെയാണ് ഭാരതപ്പുഴയെ കുറിച്ചുള്ള ഹൈദരലിയുടെ ഓർമ്മകൾ. ഇനി അതേപോലെ തന്നെ നോക്കിയേ, മലയാളം ക്ലാസ്സുകളിൽ നിന്ന് ശാസ്ത്രജ്ഞനായിട്ടുള്ള ആര്? നമ്മുടെ ECG സുദർശനൻ ഉൾക്കൊണ്ട 2 പ്രധാന നേട്ടങ്ങൾ എന്തൊക്കെയാണ് അദ്ദേഹം ഉൾക്കൊണ്ടത്? ഒന്ന്, ഒരു കാര്യത്തിന് അനേകം തലങ്ങൾ ഉണ്ടാകാം എന്ന വലിയ അറിവ്. നമ്മളിപ്പോൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ തന്നെ അതിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടാകാം എന്നുള്ള ഒരു സത്യം അദ്ദേഹം മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ ഫിസിക്സിലെ പുതിയ കണ്ടുപിടുത്തങ്ങൾക്കുള്ള പ്രചോദനം, അദ്ദേഹത്തിന് പുതിയത് കണ്ടുപിടിക്കാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടിയത് എന്താണ്? ഈ ഒരു ക്ലാസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിക്കൊള്ളണം. ഇനി അതുപോലെ തന്നെ ശകുന്തളയെ അധിക്ഷേപിക്കാനായി ദുഷ്യന്തൻ പറയുന്ന വാക്കുകൾ എന്തൊക്കെയായിരുന്നടാ? കോകില നാരി പോലെ പരിഭ്രത, അതായത് എന്താണ് കുയിലിനെ പോലെ എന്താണ് മറ്റൊരാളാൽ വളർത്തപ്പെട്ടവൾ. പരിഭ്രത എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരാളാൽ വളർത്തപ്പെട്ടവൾ എന്നാണ് അർത്ഥം. അപ്പൊ കുയിലിനെ പോലെ മറ്റൊരാളാൽ വളർത്തപ്പെട്ടവൾ എന്ന് പറയുന്നു. അതുപോലെ തന്നെ എന്താണ്
നാരികൾക്ക്, സ്ത്രീകൾക്ക്, നാരി എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് എന്താണ് ധാർഷ്ട്യമുണ്ട്, അഹങ്കാരമുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. ഇനി അതുപോലെ തന്നെ ഗബ്രിയേൽ ഗാർസിയ മാർക്കോസ് എന്ന എഴുത്തുകാരനുമായി ബന്ധപ്പെടുത്താവുന്ന 2 പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. ഒന്ന് എന്തൊക്കെയാണ്? ലാറ്റിൻ അമേരിക്കൻ സാഹിത്യകാരനാണ് അദ്ദേഹം. എന്താണ്? ലാറ്റിൻ അമേരിക്കൻ സാഹിത്യകാരനാണ് മാർക്സിസ്. പിന്നെ അതുപോലെ തന്നെ എന്താണ്? നോബൽ സമ്മാന ജേതാവാണ്. അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടുമാണ് അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കിരാതവൃത്തം എന്ന കവിതയിലെ 2 ദൃശ്യബിംബങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതുക. കിരാതവൃത്തത്തിൽ എന്തൊക്കെയുണ്ട്? കുറേ ഉണ്ട് അല്ലെ. ഈറ്റപ്പുലി പോലെ ഉള്ളതുണ്ട്, അതുപോലെ തന്നെ എന്താണ് ഞരമ്പിനെ അമ്പാക്കി വിടുന്നതുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കാം. കറുകപ്പുൽ തുമ്പത്തെ അമ്പിളിയുടെ കളമെഴുത്ത് എന്ന് പറയുന്നു അല്ലെ. എന്താണ്? ആകാശത്തെ കുറിച്ച് പറയാണ്. കറുകപ്പുൽ തുമ്പത്തെ അമ്പിളിയുടെ കളമെഴുത്ത് എന്ന് പറയുന്നു. പിന്നെ അതുപോലെ തന്നെ നെഞ്ചത്ത് പന്തം കുത്തി നിൽക്കുന്ന കാട്ടാളൻ എന്ന് പറയുന്നു. ഇത് നമ്മുടെ ഏതാണ്? കിരാതവൃത്തത്തിലെ 2 ദൃശ്യബിംബങ്ങളാണ്. ആലോചിച്ചോളണേ. ഇങ്ങനെ എഴുതാൻ പറഞ്ഞാൽ ഈ 2 ദൃശ്യബിംബങ്ങൾ നിങ്ങൾ എഴുതിക്കൊള്ളണം. വാങ്കഡയുടെ ഹൃദയത്തുടിപ്പുകൾ എന്ന ശീർഷകവുമായി യോജിച്ച് വരുന്ന 2 പ്രസ്താവന എഴുതുക. എന്തൊക്കെയാണ്? ഒന്ന് സ്പോർട്സ് ഫീച്ചർ ആണ്. ഏത്? നമ്മുടെ വാങ്കഡയുടെ ഹൃദയത്തുടിപ്പുകൾ എന്ന് പറയുന്നത് അല്ലെ, സച്ചിന്റെ ആ ഒരു വിടവാങ്ങലാണ്. അപ്പോൾ അതൊരു സ്പോർട്സ് ഫീച്ചർ ആണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ എന്താണ്? ക്രിക്കറ്റിൽ നിന്നുള്ള സച്ചിന്റെ വിടവാങ്ങലാണ് അവിടെ പറയുന്നത്. ക്രിക്കറ്റിൽ നിന്നുള്ള സച്ചിന്റെ വിടവാങ്ങലാണ് അവിടെ പറയുന്നത്. ഇനി അടുത്ത നോക്കിയേ. ഗലനല്ല വാക്കു കേട്ടാൽ അല്ലെ. ഗലനല്ല, അദ്ദേഹം എന്താണ്? ഒരു ദുഷ്ടനല്ല. അദ്ദേഹത്തിന്റെ വാക്ക് കേട്ടാൽ ഏതിൽത്തതാണ്? നമ്മുടെ ആര് പറയുന്നതാ? കേശിനി പറയുന്നതാണ് അല്ലെ. നമുക്ക് നോക്കാം. നളചരിതം ആട്ടക്കഥയിൽ ദമയന്തിയുടെ തോഴിയായ കേശിനി ബാഹുകനെ കുറിച്ച് പറയുന്ന വാക്കുകളാണിത്. ഒളിഞ്ഞും തെളിഞ്ഞും ബാഹുകനെ നിരീക്ഷിച്ച കേശിനിക്ക് ബാഹുകന്റെ വ്യക്തിത്വത്തെ കുറിച്ച് തോന്നിയ മതിപ്പാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. പുരുഷരത്നവും ധീമാനുമായ ബാഹുകൻ ഒരു ദുഷ്ടനല്ല എന്ന് കേശിനി ദമയന്തിയെ ബോധ്യപ്പെടുത്തുകയാണ്. അദ്ദേഹം ഒരു ഗനനല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ദുഷ്ടനല്ല എന്നാണ് അർത്ഥം. ഇനി അതുപോലെ തന്നെ 2 മാർക്കിന് ചോദിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങളൂടെ നോക്കാം. ടോട്ടോയ്ക്കും ജോവലിനും എന്താണ് പാകത വരുന്നു എന്ന് അച്ഛന് തോന്നിയത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് ടോട്ടോയ്ക്കും ജോവലിനും ഒരു പക്വത അല്ലെ, കുറച്ചുകൂടെ എന്താണ് ഒരു എല്ലാം മനസ്സിലാക്കാനുള്ള ഒരു പാകത വന്നു എന്ന് തോന്നിയത്? അപ്പൊ നിങ്ങൾ പറഞ്ഞോളണം. ടോട്ടോയും ജോവലും സ്കൂളിലെ മാതൃകാ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് നേടിയത് കൊണ്ടാണ്. സമ്മാനമായി തങ്ങളുടെ സഹപാഠികൾക്ക് വീട്ടിൽ വെച്ച് ഒരു പാർട്ടി കൊടുക്കണമെന്ന് അവർ ആവശ്യപ്പെടുമ്പോഴാണ് ആർക്ക്? നമ്മുടെ അച്ഛന് തോന്നുന്നത് ഇവർക്ക് കുറച്ചുകൂടെ എന്താണ് കാര്യവിവരം വന്നു എന്ന് തോന്നുന്നത്. ഇനി ബാഹുകൻ നളൻ തന്നെയാണ് എന്ന് കേശിനി ഉറപ്പിച്ചതിന്റെ 2 കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞോളണം. ഒന്ന് എന്താണ്? ഭക്ഷണം പാകം ചെയ്യുന്നു അല്ലെ, കൃത്യമായിട്ട് കുടം നിറയുന്നു. അതുപോലെ തന്നെ അഗ്നി എന്താണ്? അഹങ്കാരമില്ലാതെ കത്തുന്നു. അതുപോലെ തന്നെ തേരിൽ അലങ്കരിച്ചിരുന്ന പൂ വാടിയ സമയത്ത് നളൻ തൊടുമ്പോൾ എന്താണ്? ആ പൂ വിടരുന്നത്. ഈ 2 പോയിന്റ് ആയിരിക്കണം എഴുതേണ്ടത്. ഇനി അടുത്ത ചോദ്യം നോക്കിയടാ. എന്താണ്? പുരുഷന്റെ അഹന്ത ഗൗളി ജന്മത്തിലും തീർത്തും തേഞ്ഞു പോയിരുന്നില്ല എന്ന് പറയാൻ കാരണം എന്താണ്? കാരണം എന്തൊക്കെയായിരുന്നു? ഒന്ന്, താൻ മുൻജന്മത്തിൽ കഥാകൃത്തായിരുന്നുവെന്നും തൻ്റെ കഥകൾ മലയാളത്തിലെ മികച്ച കഥകളാണെന്ന് അഭിമാനിച്ചിരുന്നത് കൊണ്ടാണ് ഈ ജന്മത്തിൽ താൻ മേൽക്കൂര താങ്ങുന്ന ഗൗളി ആയതെന്നും ആൺ ഗൗളി പറയുന്നു അല്ലെ. ആ ആണിന്റെ ആ ഗൗളി അല്ലെ, പല്ലിയുടെ അഹങ്കാരം കാണിക്കുന്ന ഒരു വരിയാണത്. അത് ഒന്നുകൂടെ നോക്കണേ. താൻ മുൻജന്മത്തിൽ ഒരു കഥാകൃത്തായിരുന്നു എന്നും തൻ്റെ കഥകൾ മലയാളത്തിലെ മികച്ച കഥകൾ ആയിരുന്നത് കൊണ്ടാണ് ഇന്നിപ്പോൾ എന്താണ് താൻ ഒരു ഈ മേൽക്കൂര താങ്ങുന്ന അല്ലെ വലിയൊരു പല്ലിയായിട്ട് മാറിയത് എന്നാണ് ആൺഗൗളി അഹങ്കരിക്കുന്നത്. തനിക്ക് മുൻജന്മത്തെ കുറിച്ച് ഒരു ഓർമ്മയും ഇല്ലെന്ന് പെൺഗൗളിയുടെ ആത്മനിന്ദ. അതിന് ബോധോദയം ഉണ്ടാവണമെന്നും ബുദ്ധൻ ചെയ്തതുപോലെ ബോധിവൃക്ഷച്ചുവട്ടിൽ ധ്യാന മരത്തിൽ ഇരിക്കണമെന്നും ആൺഗൗളി പറയുന്നു. അതായത് പെൺഗൗളി പറയുന്നുണ്ട് എനിക്ക് മുൻജന്മത്തെ കുറിച്ച് ഒന്നും ഓർമ്മയില്ല എന്ന് പറയുന്ന സമയത്ത് നിനക്കെന്താണ്? അതിന് ബോധമുണ്ടാകണം, അതിന് ബുദ്ധൻ ചെയ്തതുപോലെ ബോധിവൃക്ഷത്തിന്റെ അടിയിലിരിക്കണം എന്നൊക്കെ ആൺഗൗളി അഹങ്കാരത്തിൽ പറയുന്നതിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാം? അതായത് പുരുഷന്റെ അഹന്ത ഗൗളിയിൽ ഇപ്പോഴും ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഇനി അടുത്ത ചോദ്യം നോക്കിയേടാ. അലകടലിൻ വേരു പറിക്കാൻ കുതറി കാട്ടാളൻ. ഇവിടെ തെളിയുന്ന ഭാവം എന്താണ്? അതായത് ആവാസ വ്യവസ്ഥ നഷ്ടമായപ്പോൾ തൻ്റെ കാടിനെ, തൻ്റെ എന്താണ് കൂട്ടുകാരെയും കുടുംബക്കാരെയും ഒക്കെ എന്താണ് തൻ്റെ സമൂഹത്തെ നാട്ടാളൻ നശിപ്പിച്ച സമയത്ത് അല്ലെ, കാട്ടാളന്റെ നെഞ്ചിലെ നീറ്റലാണ് ഈ വാക്കിൽ നിന്നും മനസ്സിലാക്കുന്നത്. കാട്ടാളന്റെ കരളിൽ ചാട്ടുളിയായി തറയ്ക്കുന്ന പ്രകൃതി മാതാവിന്റെ ദയനീയമായിട്ടുള്ള വിളി, പ്രകൃതിയുടെ എന്താണ്
ശബ്ദീകരണം എന്താണ് കാട്ടാളന്റെ മനസ്സിൽ എന്താണ് നീറുന്ന ഒരു കനൽവിളിയായിട്ട് തോന്നുന്നു. ഉരുൾപൊട്ടിയ മാമല പോലെ അലറിക്കൊണ്ട് അലകടലിൻ വേരു പറിക്കാൻ കുതറുന്ന കാട്ടാളന്റെ രൗദ്രഭാവം. അതായത് ഇവിടെ അലകടലിൻ വേര് പറിക്കുക എന്ന് പറയുന്നത് എന്താണ്? ഇനി നാട്ടാളനെ എതിർക്കുമെന്നുള്ള നമ്മുടെ എന്താണ് കാട്ടാളന്റെ ഭാവമാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം തൻ്റെ മല അല്ലെ അമ്മയാകുന്ന മല നശിപ്പിക്കപ്പെട്ട സമയത്ത് ഇനി എന്താണ് എന്താ പറയുന്നത് കടലിന്റെ വേര് പറിക്കും ഞാൻ എന്ന് പറയുകയാണ് ആര്? കാട്ടാളൻ. കാട്ടാളന്റെ ഉള്ളിലെ രോഷമാണ് ഈ വാക്കിൽ തെളിയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിക്കൊള്ളണം. 2 മാർക്കിനാണ്. 2 or 3 വരി മതിയടാ മാക്സിമം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. ദേവസിക്ക് ചിരി അടങ്ങാതെ പോയി. എന്തുകൊണ്ടാണ് ദേവസിക്ക് ചിരി അടങ്ങാതെ പോയത്? അപ്പൊ നിങ്ങൾ പറഞ്ഞോളണം. കൊല്ലംകണ്ടത്തിൽ ദേവസിയുടെ തലയിൽ ഒരു പെരുന്തൻ തേങ്ങ ഞെട്ടറ്റു വീണു. ദേവസ്യ മരിച്ചു എന്ന് കരുതി നാരായണപിള്ള ഓടിയെത്തി. ഇത്രയും വലിയൊരു തേങ്ങ ഇത്ര പൊക്കത്തിൽ നിന്ന് വീണിട്ടും താൻ മരിച്ചില്ലല്ലോ ഓർത്തിട്ടാണ് ദേവസ്യക്ക് ചിരി അടക്കാൻ പറ്റാതിരുന്നത്. ഇങ്ങനെ 2 or 3 വരിയിൽ എഴുതിയാൽ മതി. ഇനി അടുത്ത ചോദ്യം നോക്കിയേ. കമ്പ്യൂട്ടർ തത്വവിചാരങ്ങളുടെ ഘാതകനാണ്. കമ്പ്യൂട്ടർ വിചാരങ്ങളുടെ അതായത് നമ്മുടെ ചിന്തകളെയൊക്കെ ഇല്ലാതാക്കിയത് ഈ കമ്പ്യൂട്ടറാണ്. കാരണം എന്താ? എല്ലാം കമ്പ്യൂട്ടർ നമുക്ക് തരും. അപ്പൊ നമ്മുടെ തലച്ചോറ് എന്താണ്? പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല എന്ന് ശ്രീധരന് തോന്നാനിടയായത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണടാ? ഒരാൾക്ക് കപ്പലിലോ കാൽനടയായോ ലോകം ചുറ്റാൻ കഴിയും. എന്നാൽ ജീവിതകാലം മുഴുവൻ ചെലവഴിച്ചാലും നമ്മുടെ എന്താണ് സൈബർ സ്പേസിന്റെ ആ ഒരു അംശം പോലും കാണാൻ കഴിയില്ല. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കണം. നമുക്ക് ജീവിതകാലം മൊത്തം പോയി കഴിഞ്ഞാൽ ഏറിപ്പോയാൽ ഇത്രയൊരു രാജ്യമേ കാണാൻ പറ്റൂ. പക്ഷെ നമുക്ക് എത്ര നമ്മൾ ജന്മെടുത്താലും സൈബർ സ്പേസിൽ കാര്യങ്ങൾ തരുന്നത് പോലെ നമുക്ക് കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റില്ല. കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കുമ്പോൾ ഇത്തരം ആലോചനകൾക്ക് സ്ഥാനമില്ലെന്നും കമ്പ്യൂട്ടർ തത്വവിചാരങ്ങളുടെ ഘാതകനാണെന്നും ശ്രീധരൻ തിരിച്ചറിയുന്നു. കാരണം കമ്പ്യൂട്ടർ എല്ലാം നമുക്ക് തരുന്നുണ്ട്, പിന്നെ നമുക്ക് ഇത്തരം വിചാരങ്ങളുടെ ആവശ്യമില്ല എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണല്ലേ. കാരണം നമുക്ക് അതിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിൽ ഒരുപാട് വിവരങ്ങളും തരുന്നത് കൊണ്ട് നമുക്ക് മറ്റൊന്നിൻ്റെയും കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല എന്ന് ആർക്ക് തോന്നുകയാണ്? ശ്രീധരന് തോന്നുകയാണ് അല്ലേ. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ ഉത്തരം എഴുതിക്കൊള്ളണം. അങ്ങനെയായിരിക്കും നമുക്ക് ചോദ്യങ്ങളൊക്കെ വരിക. നന്നായിട്ട് എന്ത് ചെയ്യാം? എല്ലാ ചോദ്യങ്ങളും പഠിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ഗായ്സ്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവാതിരിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം.